അനിൽ കെ നമ്പ്യാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശില്പികളും ചിത്രകാരന്മാരുമൊക്കെ അവരുടെ വൈദഗ്ധ്യം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കാറുണ്ട്. പുതിയ കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം പ്രതിഭകളുടെ പ്രകടനങ്ങളൊക്കെ കണ്ട് അത്ഭുതപ്പെടാറുമുണ്ട് നമ്മളൊക്കെ. ചില കലാവിരുതികൾ കാണുമ്പോൾ ഇത്തരം ഐഡിയയൊക്കെ എങ്ങനെ കിട്ടുന്നുവെന്ന് പരസ്പരം നമ്മൾ ചോദിച്ചിട്ടുമുണ്ടാകും. ഇന്ന് നമുക്കൊപ്പമുള്ള അതിഥി തന്റെ വൈദഗ്ധ്യം കാട്ടുന്നത് നട്ടും ബോൾട്ടും ഉപയോഗശൂന്യമെന്ന് നമുക്ക് കരുതുന്ന ലോഹകഷ്ണങ്ങളുമൊക്കെ ഉപയോഗിച്ചാണ്. കുവൈറ്റിൽ താമസിക്കുന്ന സൂരജ് ദാമോദരൻ എറണാകുളം സ്വദേശിയാണ്. AC മെക്കാനിക്കായി ജോലി ചെയ്യുന്ന സൂരജ് തന്റെ കരവിരുത് കൊണ്ട് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ശില്പങ്ങൾ കണ്ടാൽ നമ്മളൊക്കെ അത്ഭുതപ്പെടും. കളിമണ്ണും മരവും സ്വർണം കൊണ്ടുമൊക്കെ ഉണ്ടാക്കിയ രൂപങ്ങളും ശില്പങ്ങളുമൊക്കെ നമുക്ക് പരിചിതമാണ്. എന്നാൽ ഉപയോഗശേഷം വലിച്ചെറിയുന്ന നട്ടും ബോൾട്ടും മെറ്റൽ പീസുകളും ചേർത്ത് വെച്ചുകൊണ്ടാണ് സൂരജ് ശില്പസൃഷ്ടികൾ നടത്തുന്നത്. മെറ്റൽ ആർട്ട് എന്ന കലാരൂപത്തെ തന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് സൂരജ്. ഞാൻ എടുത്തിരിക്കുന്ന പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ HVAC ആണ്, ചിലറിന്റെ വർക്കാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോ യൂണിറ്റിന്റെയും അതിനുശേഷം ബാക്കി വരുന്ന ചില മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഈ മെറ്റൽ ആർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. മെറ്റൽ മാത്രമല്ല, തടിയിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ചെയ്ത ഒരു വുഡ് ആർട്ടാണ് ഈ കാണുന്നത്. ഇതൊരു MDFന്റെ ഒരൊറ്റ പീസിൽ കാർവ് ചെയ്തെടുത്താണ് ഒരു സ്വാൻ, ഒരു അരയന്നത്തിന്റെ ഒരു രൂപം. നട്ടും ബോൾട്ടും എന്ന് വേണ്ട, കയ്യിൽ കിട്ടുന്ന ഏതൊരു മെറ്റൽ പീസും സൂരജിന്റെ കരവിരുതിനാൽ ഒരു ജീവിയുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെയോ രൂപത്തിലേക്ക് മാറും. സുന്ദരമായ ഈ ശില്പകലാ രീതിയിലൂടെ ഇന്നിപ്പോൾ കുവൈറ്റിലെ അറിയപ്പെടുന്ന കലാകാരനായി മാറിക്കഴിഞ്ഞു സൂരജ് ദാമോദരൻ. ഇതിപ്പോ കാണുമ്പോൾ വെറും 2 നട്ടും ഒരു ചെറിയ ത്രെഡ് റാഡിന്റെ ഒരു പീസും ചെറിയ 2 കമ്പി ഇങ്ങനെ വെച്ചിട്ട് ഇത് വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്കൊരു ബൈക്കിന്റെ മോഡലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ മെറ്റൽ ആർട്ട് സക്സസ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ളൊരു ആർട്ട് പോലെ 100% നമുക്ക് ഇതിനകത്ത് കാർവ് ചെയ്ത് റിസൾട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് മെറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 70% നമുക്ക് ഇതിനകത്ത് റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്കിതൊരു ബൈക്കായിട്ട് തോന്നും. അതാണ് ശരിക്കും എൻ്റെ വിജയം എന്ന് പറയുന്നത്. ഉപയോഗശേഷം നശിപ്പിക്കാനായോ പുനരുപയോഗിക്കാനായോ മാറ്റിവെക്കുന്ന ലോഹകഷ്ണങ്ങളും തേയ്മാനം കാരണമോ കേടുപാടുകൾ മൂലമോ ഉപേക്ഷിക്കുന്ന നട്ടും ബോൾട്ടുമൊക്കെയുമാണ് സൂരജിന്റെ കൈകളിലൂടെ പക്ഷികളും മൃഗങ്ങളും ഉൾപ്പെടെയുള്ള ജീവൻ തുടിക്കുന്ന ശില്പങ്ങളായി മാറുന്നത്. ഈ മെറ്റൽ ആർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ഈ ബാക്ക് ഭാഗം, ഈ സെന്റർ, ഈ ഹെഡ്, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ കല്ലാണ്. ഈ കല്ല് നമ്മൾ ഗാർഡനിലെല്ലാം ഉപയോഗിക്കുന്ന, ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കല്ലാണ്. അതിന്റെ ജസ്റ്റ് ഫ്രെയിമായിട്ട് ഈ ചെറിയ 4 mm ഒരു കമ്പി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഉറുമ്പിന്റെ ഒരു ഷേപ്പാണ്. 100-150 കല്ല് എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് ഇതേ ഷേപ്പിലൊരു കല്ല് നമുക്ക് കിട്ടുക. സൂരജ് താമസിക്കുന്ന വീട്ടിൽ വെച്ച് തന്നെയാണ് ലോഹകഷ്ണങ്ങൾ കൊണ്ടുള്ള ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശില്പങ്ങളാണ് നിർമ്മിച്ചവയിൽ ഭൂരിഭാഗവും. ചെറുപ്പം മുതലേ മെക്കാനിക് വർക്കുകൾ ഏറെ ഇഷ്ടമായിരുന്നു തനിക്കെന്ന് സൂരജ് പറയുന്നു. ഒരു മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതൊരു നട്ടാണെങ്കിലും ഒരു ബോൾട്ടാണെങ്കിലും ഒരു സ്ക്രൂ ആയാലും നമുക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഐഡിയ തോന്നും, ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് മനസ്സിൽ തോന്നുന്ന ആ ഐഡിയ നമ്മൾ പ്രാവർത്തികമാക്കാൻ നോക്കും. അത് വെൽഡ് ചെയ്ത് ചേർത്തിട്ട് നമ്മുടെ മനസ്സിലുള്ള രൂപവുമായിട്ട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ അതൊരു രൂപമായി മാറും. എനിക്ക് കിട്ടുന്ന പല മെറ്റീരിയൽസും ഞാൻ ചേട്ടന് കൊണ്ട് കൊടുക്കുകയും അത് വെറും വേസ്റ്റാണ്, നമുക്ക് ഒന്നും യൂസ് ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പം കൊണ്ടു കൊടുക്കുകയും ചേട്ടൻ അത് എന്തെങ്കിലും ഉണ്ടാക്കി ചെയ്യും. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത്രയും ഭംഗിയുള്ളൊരു സംഭവം ഉണ്ടാക്കിയെന്ന് അറിയുന്നത്. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം ITCക്ക് ചേർന്നപ്പോൾ മെക്കാനിക്കൽ റെഫ്രിജറേഷനാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ കൊറോണ കാലത്താണ് ലോഹകഷ്ണങ്ങൾ കൊണ്ടുള്ള ശില്പനിർമ്മാണം എന്ന ഹോബിയിലേക്ക് സൂരജ് കടക്കുന്നത്. മഹാമാരിയുടെ ആ കാലം തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരനാക്കി മാറ്റി എന്നതിൽ അഭിമാനമുണ്ടെന്ന് സൂരജ് ഗൾഫ് പനോരമയോട് പറഞ്ഞു. ഇനിയുള്ള എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ ആർട്ട് വിത്ത് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ചെയ്യുന്ന, അതായത് ഈ മെറ്റൽ ആർട്ട് എല്ലാം മൂവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് കുറെ സമയമെടുക്കും. നട്ടും ബോൾട്ടും ലോഹകഷ്ണങ്ങളുമൊക്കെ ശില്പങ്ങളാക്കി മാറ്റുന്ന ജാലവിദ്യ സൂരജ് തുടരട്ടെ. ഗൾഫ് പനോരമയുടെ ആശംസകൾ.